നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ACP സർ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുശാസിക്കുന്ന സകല കുറ്റങ്ങളും എന്റെ മേൽ കെട്ടിവെക്കുന്നതിന് മുൻപ് നിങ്ങൾ മീഡിയക്കാരും പൊതുജനങ്ങളും കാണാൻ വേണ്ടി ഞാൻ ചെറിയ ചില വിഷ്വലുകൾ സമർപ്പിക്കുകയാണ്. ഈ ചാനൽ ക്യാമറാമാൻമാരുടെ മുന്നിൽ വെച്ച് തന്നെ കൊല്ല്. ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് അഭിമാനമാടിയ മരണം, നീതിക്ക് വേണ്ടി പടവെട്ടിയുള്ള മരണം ജനങ്ങളുടെ മുന്നിൽ തന്നെ ആവണം. എന്നിട്ട് ജനം വിധി എഴുതട്ടെ ആരാ ശരിയെന്ന്. എന്താടി ചാനലുകാരെ കണ്ടപ്പോ നിന്റെ ഇളക്കം അങ്ങ് തീർന്നോ? സോറി മാഡം, മാഡം എന്നോട് വരണം. ബാലേന്ദ്രൻ സാറേ ഒരു പൊതുപ്രവർത്തകനാ. സാറിന്റെ വീട്ടിൽ അതിക്രമിച്ച് കിടക്കുന്നതും കൊല്ലാൻ ശ്രമിക്കുന്നതൊക്കെ കുറ്റകരമാണ് മാഡം. ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അനുസരിച്ചിട്ടുള്ള എല്ലാ വകുപ്പുകളും ചുമത്തപ്പെടും. കളക്ടർ ആയാലും മജിസ്ട്രേറ്റ് ആയാലും. അപ്പോ പോവാം മാഡം, കൂട്ടിക്കൊണ്ട് വാടോ. മിസ്റ്റർ ACP, പോലീസ് എനിക്ക് മുമ്പേ അല്ല പിന്നാലെ നടക്കും. കളക്ടർക്ക് എസ്കോർട്ടായിട്ട്. അതിന് ജില്ലാ കളക്ടർ ഇപ്പോഴും ശാലിനി വിഷ്ണു തന്നെയാണ്. സസ്പെൻഷൻ ഓർഡറിങ് വന്നോട്ടെ, അത് കഴിഞ്ഞിട്ടാവാ നെഞ്ചു വിരിക്കുന്നതും വാല് നീട്ടുന്നതും ഒക്കെ. ബാലചന്ദ്രൻ എന്ന പൊതുപ്രവർത്തകന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറുകയും ആ മാന്യദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തതിന്റെ പേരിൽ ACP സർ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുശാസിക്കുന്ന സകല കുറ്റങ്ങളും എന്റെ മേൽ കെട്ടിവെക്കുന്നതിന് മുൻപ് നിങ്ങൾ മീഡിയക്കാരും പൊതുജനങ്ങളും കാണാൻ വേണ്ടി ഞാൻ ചെറിയ ചില വിഷ്വലുകൾ സമർപ്പിക്കുകയാണ്. പ്രകാശ്, സി ന്യൂസിന്റെ റിപ്പോർട്ടർ പ്രകാശ്, ഇത് നിവേദിത മനോഹർ. നിങ്ങളൊക്കെ ഇവിടെ എത്തുന്നതിന് മുൻപേ ഇവരൊരു സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ പകർത്തിയ വിഷ്വലുകളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. സി ന്യൂസിൽ ലൈവായി പൊയ്ക്കൊണ്ടിരിക്കുക ഇപ്പൊ ഈ ഹോട്ട് ന്യൂസിന്റെ വിഷ്വൽസ്. അവർക്കൊപ്പം നടുക്കടലിൽ സഹായത്തിനുണ്ടെന്ന് കരുതിയവരൊക്കെ ഈ കരയിൽ നേരത്തെ തന്നെ സേഫ് ആയിട്ടുണ്ടാവും. അഴിമതിയുടെ കരയിലെ ഏണിംഗ് മെമ്പർ പദ്ധതിയിൽ ഭക്ഷണ വിതരണം കൂടി ഉൾപ്പെടുത്താനും വിഷാംശമുള്ള ഭക്ഷണ പാക്കറ്റുകൾ ചൈന കോളനിയിലെ കുട്ടികളുടെ കയ്യിൽ തന്നെ എത്തിക്കാനുമുള്ള ബുദ്ധി ആരുടേതാണെന്ന അമിത് ഗ്രൂപ്പിന്റെ. അവരുടെ ബിനാമിയായാലേ യവൻ ഏണിംഗ് മെമ്പർ പദ്ധതിയിൽ കയറിപ്പറ്റിയത്. യവൻ പറഞ്ഞത് വെച്ചല്ലേ സർക്കാർ കരിമ്പട്ടികയിൽപ്പെടുത്തിയ ഒരു കമ്പനിക്ക് ഭക്ഷണ വിതരണത്തിനുള്ള ചുമതല കിട്ടിയത്. അതല്ലേ ശാലിനി ജനാധിപത്യം എന്ന് പറയുന്നത്. കൂടുതൽ കരുത്തുള്ളവൻ പാവപ്പെട്ടവന്റെ മേൽ ചുമത്തുന്ന ആധിപത്യം. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയേ നമുക്കവരെ കൊല്ലാം, തിന്നാം. അഴിമതിയുടെ എപ്പിസോഡുകൾ ഇവിടെ അവസാനിക്കുന്നില്ല. മീഡിയയും ജനങ്ങളും ഇതൊക്കെ കണ്ടിട്ട് തീരുമാനിക്കട്ടെ ആരാണ് ശരിയെന്ന്.
ബാലേന്ദ്ര, നീ പറഞ്ഞില്ലേ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ മീഡിയയ്ക്ക് മുന്നിൽ മരിക്കാനാണ് നിന്റെ ആഗ്രഹമെന്ന്? ഒരർത്ഥത്തിൽ ഇത് നിന്റെ മരണം തന്നെയാ. നീ എന്ന പൊതുപ്രവർത്തകന്റെ മരണം. ഇവിടെ വെച്ച് കൂടുതൽ വിചാരണയുടെയോ വിസ്താരത്തിന്റെയോ ആവശ്യമില്ല. ACP മേഡം, കൂട്ടിക്കൊണ്ടു പോണം. വരണം ബാലേന്ദ്ര. ചന്ദ്രബോസ് സാറേ, ഏറെ നിവർത്തിയില്ലടോ. അങ്ങനെ അങ്ങ് പോയാലോ? നിക്കടാ അവിടെ. ഞാൻ എന്തിനാ നീ വാടാ, നിനക്ക് സ്റ്റേഷനിൽ കൊണ്ടുപോയി പാലും വെള്ളം തരാവടാ. കൊണ്ടുപോടോ. വാ, നടക്ക. സാറേ, മിസ്റ്റർ ACP, ശാലിനി വിഷ്ണു ഇവിടെ തന്നെ ഉണ്ടാവും, ജില്ലാ കളക്ടറായിട്ട്. മാഡം, സസ്പെൻഷൻ ഉറപ്പിച്ചിരിക്കെ അവസാന നിമിഷമുള്ള തിരിച്ചുവരവിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സീൽ നിങ്ങൾ കണ്ടതാണല്ലോ. ആരെല്ലാം തകർക്കാനോ തൂത്തെറിയാനോ ശ്രമിച്ചാലും ശാലിനി വിഷ്ണു ഇവിടെ തന്നെ ഉണ്ടാവും. ഒന്നാമതായി നിന്ന് സത്യത്തിനു വേണ്ടി പൊരുതാൻ. മാഡം, ഒരാളെ തീ കൊളുത്തി കൊല്ലാൻ ശ്രമിക്കുന്നതൊക്കെ അല്പം കടന്നു കൈയായി പോയില്ലേ? ഇത് ശാലിനി വിഷ്ണു കളക്ടറായിരിക്കുന്ന ജില്ലയാണ്. ഇവിടെ നല്ലതേ നടക്കാവൂ. നാളത്തെ പ്രതീക്ഷകളാ ഇവിടുത്തെ കുഞ്ഞുമക്കള്. എന്റെ കുട്ടികളിൽ ഒന്നിനെ തൊട്ടാ ചുട്ടുകളയും ഞാൻ. ഈ അഡ്രസ് ഇവിടെ തന്നെയാണോ എന്ന് നോക്കാമോ? കാർത്തിക, കെയർ ഓഫ് സത്യഭാമ. വീട്ടുപേര് ഇത് എനിക്ക് വന്ന കൊറിയറാ. ഞാനായി കാർത്തിക. ഓ, ഇതിലൊന്ന് ഒപ്പിട്ടേരെ. എന്തായിരിക്കും ഇതിൽ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.